30കൾക്ക് ശേഷമാണ് വിവാഹത്തിലേക്കും പ്രണയത്തിലേക്കും എത്തുന്നത്. അപ്പം അതിന് മുന്നേയുള്ള ഒരു സിംഗിൾ ലൈഫ് നന്നായിട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്, ആഘോഷിച്ച ഒരാളാണ്. അപ്പം ആളുകൾ ഒരുപാട് ആരാധകരുണ്ടായിട്ടുണ്ട്, ഇഷ്ടം പറയുന്നവരുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്വന്തമായി തനിയെ ജീവിച്ച് സ്വന്തം ഇൻഡിപെൻഡൻസ് ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തമായ ഒരു സ്റ്റാൻഡും ബൗണ്ടറിയും എല്ലാം ഉള്ള ഒരു സമയത്താണ് കല്യാണത്തിലേക്ക് വരണേ. അപ്പോൾ പുതിയ ഒരാളെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ ഒരു ബൗണ്ടറി എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഒരാൾ വരികയാണ്. അപ്പം ഹൗ വാസ് ഇറ്റ് ആ 30കൾക്ക് ശേഷമുള്ള ഒരു യാത്ര, കല്യാണം എല്ലാം? ബൗണ്ടറി ബ്രേക്കിംഗ് അല്ല, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ കൂടുതൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കല്യാണത്തിന് ശേഷമാണ്. അത് ഗോപികാരനാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ദിവ്യ പിള്ളയാണെങ്കിലും ദിയയാണെങ്കിലും ജീവയാണെങ്കിലും ഒക്കെ പലപ്പോഴും പറയാറുണ്ട്, കാണുമ്പോൾ ഇവർ ഭയങ്കര സ്നേഹമാണ്, പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരമില്ല, കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെ ഒരു സ്വഭാവം. മീൻസ് വളരെ റെഗുലറായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു. മീയൊക്കെ പലപ്പോഴും ഒഫൻഡഡ് ആവുന്ന സംഭവം. എൻ്റെ ചില സംഭവങ്ങളൊക്കെ അവൾ അറിയുന്നത് ന്യൂസിലൂടെയാണ്. എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് വാൺ ചെയ്തിട്ടുണ്ട്, നിന്നെക്കുറിച്ചുള്ള നിൻ്റെ മേജർ കാര്യങ്ങൾ ഞങ്ങൾ പത്രത്തിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ അറിയാൻ പാടില്ല, നീ പറയുക എന്നുള്ളൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഏറ്റവും കൂടുതൽ കോൺടാക്റ്റ് ഗോപികയാണ്. അവരായിട്ട് റെഗുലറായിട്ട് മെസ്സേജ് ചെയ്യും കാര്യങ്ങൾ. അതൊരു പാര്യം കൂടിയാണ്. ഇപ്പോൾ അവൾ സുമതി വളവ് ചെയ്യാൻ പോകുമ്പോൾ അവൾ എന്തിനാ എൻ്റെ ഫ്രണ്ട്സിനെ അറിയിക്കുന്നത്, ഞാൻ ഇങ്ങനെ സിനിമ ചെയ്യാൻ പോകട്ടെന്ന്. അപ്പോൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പോലും അവൾ ചെയ്യുന്നുണ്ട്. സോ ഇൻ ദാറ്റ് വേ അത് കൂടുതൽ അങ്ങനൊരു രീതിയിൽ അത് എൻറിച്ച്ഡ് ആവുകയാണ് ചെയ്തത്. ബട്ട് അതർവൈസ് ഓൾസോ പക്ഷേ ഒരു ഡിഫറൻസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പേഴ്സണലി എടുത്തൊരു തീരുമാനം കൂടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പാറിപ്പറന്ന് നടക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ എന്നെ ഒരുപാട് സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളായിട്ടുള്ള യാത്രകൾ, എപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കണ്ടൻറ്റുകൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് 1.5 years ആയിട്ട് ഞാൻ പേർപ്പസ്ലി ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഗോപിയുടെ കൂടെ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഗോപികയെ നേരത്തെ അറിയണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സൗഹൃദം പങ്കിട്ടിരുന്ന ആൾക്കാരല്ല, ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് പോലും ഇല്ല. അപ്പോൾ ഈ അറേഞ്ച്ഡ് മാരേജിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ടതാണെന്നുള്ളതുകൊണ്ടും കല്യാണത്തിന് മുമ്പ് പ്രണയം ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടും കല്യാണം കഴിഞ്ഞിട്ടാണ് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ടു ബി വെരി പ്രിസൈസ്, നേപ്പാളിൽ ഞങ്ങൾ ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് പോയി. അവിടുന്ന് മുതലാണ് ഞങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അവിടുന്ന് മുതലാണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഓൾവേസ് ദർ ആർ പീപ്പിൾ അറൗണ്ട്. അവിടുന്ന് മുതലാണ് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ, ആ ഒരു ബോണ്ടിങ്, അതിൻ്റെ ഒരു ബ്യൂട്ടി, ആ ഒരു ഭംഗിയൊക്കെ മനസ്സിലാക്കുന്നത്. സോ ഞാൻ അതിനുശേഷം എനിക്ക് തമിഴ് വെബ് സീരീസിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തെലുഗു സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മറ്റേ ബ്രാൻഡ് അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലും ഗോപുവിന് സുമതിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ കിട്ടുന്ന അല്ലാത്ത ടൈം ഐ മെയ്ഡ് ഷുവർ ദാറ്റ് ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഒരു ബോണ്ടിങ്ങിനും ഞങ്ങൾ ഒരുമിച്ചും ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറേ പരിപാടികൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ദാറ്റ് വാസ് ദ ഡിഫറൻസ്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് മുമ്പത്തെ ലൈഫിൽ നിന്നും ഇപ്പോഴും എനിക്ക് ഫ്രീഡം ഉണ്ട്. ഗോപ എപ്പോഴും ചോദിക്കും, ചേട്ടൻ ഫ്രണ്ട്സിൽ നിന്ന് കാണാൻ പോകാറില്ലേ, അല്ലെങ്കിൽ ചേട്ടനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം. എനിക്കങ്ങനെ നിർബന്ധങ്ങളില്ലാത്തൊരു വ്യക്തിയാണ്. ലൈക്ക് ഐ എം വെരി ഹാപ്പി എവരിവെയർ. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാപ്പിയാണ്, ഞാൻ ഗോപിയുടെ കൂടെ ഹാപ്പിയാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഹാപ്പിയാണ്, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഹാപ്പിയാണ്.